അപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ അത് നമ്മുടെ അടുക്കളയിലെത്തി നമ്മുടെ സകല മനസമാധാനവും കളഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. തിരുവനന്തപുരത്ത് 40% ഹോട്ടലുകൾ പൂട്ടിയെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വരും ദിവസങ്ങളിൽ ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണെന്നും സംഘടന പറയുന്നു. ഹോട്ടലുകൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി പാചകവാതക സിലിണ്ടറുകൾ ലഭിച്ചിട്ട് തിരുവനന്തപുരത്ത് മാത്രം 40% ഹോട്ടലുകൾക്ക് താഴുവീണു. പല ഹോട്ടലുകളും സാധാരണയായി ഉണ്ടാക്കാറുള്ള ഭക്ഷണ മെനുവിൽ മാറ്റം വരുത്തി. ഇനിയും പാചകവാതക സിലിണ്ടർ ലഭിക്കാത്ത പക്ഷം ജില്ലയിലെ മറ്റു ഹോട്ടലുകൾക്കും താഴുവീഴും. ഏകദേശം 40% ഹോട്ടലുകൾ പൂട്ടിക്കിടക്കുകയാണ്. അതിൽ തന്നെ ഏകദേശം ബാക്കിയുള്ളതിൽ തന്നെ 20% അവരുടെ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ടുള്ളവരുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും മാത്രമായി ക്രമീകരിച്ച പല ഹോട്ടലുകൾ. വളരെ കുറച്ച് ഉള്ള ഗ്യാസുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി മാക്സിമം ബിസിനസ് കിട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ആൾക്കാരെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മെനു ലിമിറ്റഡ് ആക്കുന്നുണ്ട്. ഹോട്ടലുകൾ അടച്ചുപൂട്ടുമ്പോൾ നിരവധി ജീവനക്കാരുടെ ഉപജീവന മാർഗമാണ് നഷ്ടമാകുന്നത്. അതിഥി തൊഴിലാളികളിൽ പലരും നാട്ടിലേക്ക് മടങ്ങിപ്പോയി. കോവിഡ് കാലത്തെ പോലെ ഇനി എന്നാണ് ഹോട്ടൽ തുറക്കാനാവുക എന്ന ആശങ്കയിലാണ് ഉടമകൾ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കത്തയച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാനുള്ള ശ്രമവും സംഘടന നടത്തുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.